നല്ല ഫോട്ടോസ് പിയേഴ്സ് എടുക്കാൻ സാധിക്കും ഈ കാണുന്ന പിക്ചർ പോലെ. അതുകൂടാതെ ടൈനി പ്ലാനറ്റ്സ് ക്രിയേറ്റ് ചെയ്യാം. ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് സംസാരിക്കുന്നത് റിയൽമി 3 അല്ലെങ്കിൽ റിയൽമിയുടെ മറ്റ് ഫോണുകളിൽ എങ്ങനെയാണ് ഗൂഗിൾ ക്യാമറ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതെന്നാണ്. അപ്പോൾ ക്യാമറ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ഈ ആപ്ലിക്കേഷൻ കൊണ്ട് എന്തെങ്കിലും ഗുണങ്ങൾ നമുക്കുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ അതിന് ഞാൻ ജസ്റ്റ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് പോലെ ഗൂഗിൾ ക്യാമറ ഉപയോഗിച്ച് നമുക്ക് നല്ല ഫോട്ടോസ് പിയേഴ്സ് എടുക്കാൻ സാധിക്കും ഈ കാണുന്ന പിക്ചർ പോലെ. അതുകൂടാതെ ടൈനി പ്ലാനറ്റ്സ് ക്രിയേറ്റ് ചെയ്യാം, നല്ലൊരു ഓപ്ഷനാണ്. പിന്നെയുള്ളത് നിങ്ങൾക്ക് ഇത് ഞാൻ ജസ്റ്റ് എൻ്റെ സ്റ്റോക്ക് ക്യാമറ എടുത്തൊരു പിക്കാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അതിൻ്റെ നിങ്ങൾക്ക് ആ സ്കൈയിലൊക്കെ നോക്കുവാണെങ്കിൽ സ്കൈയുടെ കുറേ ഡീറ്റെയിലിംഗ് ഒക്കെ ഒരുപാട് നഷ്ടപ്പെട്ട് പോയിട്ടുണ്ട്. പക്ഷേ ഗൂഗിൾ ക്യാമറ വെച്ചെടുത്ത് പിക്ക് നോക്കുവാണെങ്കിൽ നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് പിക്ചേഴ്സ് നമുക്ക് എടുക്കാൻ സാധിക്കും. അതുകൂടാതെ തന്നെ നിങ്ങൾക്ക് നൈറ്റ് സൈറ്റിൽ നല്ലൊരു ബെറ്റർ ആയിട്ടുള്ള പിക്ചർ ക്വാളിറ്റി കിട്ടും ഗൂഗിൾ ക്യാമറ ഉണ്ടെങ്കിൽ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് നോക്കാം. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ 2 ഫയൽസ് റിയൽമി 3ക്ക് വേണ്ടി ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഒരു സെപ്പറേറ്റ് ഫയൽ മറ്റ് ഫോണുകൾക്ക് വേണ്ടിയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ റിയൽമി 3യുടെ കാര്യം ആദ്യം സംസാരിക്കാം. അതിന് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ഫയൽ മാനേജറിൽ ആദ്യമേ ഈ ഫയൽസ് ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഫയൽ മാനേജറിൽ പോയി APK ഇൻസ്റ്റാൾ ചെയ്യുക. ഈ 110 MB APK ആണ് റിയൽമി 3യുടേത്. അത് ഞാൻ ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യുന്നു. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആക്കിയതിന് ശേഷം അത് ഓപ്പൺ ചെയ്യുക. ആദ്യം ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ചെറിയൊരു ഫ്രെയിം ഡ്രോപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ APKയുടെ കൂട്ടത്തിലായിട്ട് ഒരു കോൺഫിഗറേഷൻ ഫയലുണ്ട്. ആ ഫയൽ നമ്മൾ ആഡ് ചെയ്യാത്തതുകൊണ്ടാണ്. അത് ആഡ് ചെയ്യാനായിട്ട് നേരെ മോറിലേക്ക് പോവുക. മോറിൽ സെറ്റിങ്സ് എന്ന ഓപ്ഷൻ കാണാം. സെറ്റിങ്സിൽ കയറിയിട്ട് താഴേക്ക് നീങ്ങി കഴിയുമ്പോൾ സേവ് സെറ്റിങ്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. അത് നമ്മുടെ ഫോണിലൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്ത് അതിനകത്താണ് നമ്മൾ കോൺഫിഗറേഷൻ ഫയൽ ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുക. എൻ്റർ കോൺഫിക്സ് നെയിം എന്ന് കൊടുക്കുമ്പോഴത്തേക്കും നമ്മൾ ജസ്റ്റ് ഓൾഡ് അങ്ങനെ എന്തെങ്കിലും ഒരു പേര് കൊടുക്കുന്നത്. ഇത് ഓൾറെഡി ഉള്ള പഴയ സെറ്റിങ്സാണ്. അത് നമ്മൾ ജസ്റ്റ് ഒന്ന് സേവ് ചെയ്ത് വെക്കുക. ഓൾഡ് എന്ന് ഞാൻ നെയിം കൊടുത്തു, അത് സേവ് ചെയ്തു. ഓക്കെ, ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ക്യാമറ ആപ്പിൽ നിന്നും പുറത്തിറങ്ങിയിട്ട് നിങ്ങളുടെ ഫയൽ മാനേജറിൽ പോവുക. ഫയൽ മാനേജറിൽ പോയിട്ട് നമ്മൾ റിയൽമി 3ക്ക് വേണ്ടിയിട്ടൊരു സെപ്പറേറ്റ് കോൺഫിഗറേഷൻ ഫയൽ കൂടി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ആ ഫയൽ ഇവിടെ നിന്ന് കോപ്പി ചെയ്യുക. നമ്മുടെ ഫോൺ സ്റ്റോറേജിൽ പുതിയൊരു ഫോൾഡർ വന്നിട്ടുണ്ടാകും. ജി ക്യാമിൽ കോൺഫിക്സ് എന്നൊരു ഫോൾഡർ ഉണ്ടാകും. അതിനകത്തേക്ക് പേസ്റ്റ് ചെയ്യുക. ഓക്കെ, ഇനി വീണ്ടും നമ്മുടെ ക്യാമറയിലേക്ക് തിരിച്ചു വരാം. തിരിച്ചു വന്നതിന് ശേഷം ഷട്ടറിൻ്റെ ആ പോർഷനിൽ ഒരു ഷട്ടർ നമ്മൾ ക്യാമറ ഫ്ലിപ്പ് ചെയ്യുന്നത് ആ പോർഷനിൽ ഒരു ബ്ലാക്ക് കളറിലൊരു ഷെയ്ഡ് കാണാം. അവിടെ എവിടെയെങ്കിലും ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ചൂസ് കോൺഫിഗറേഷൻ ഫയൽ എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. അതിൽ റിയൽമി 3 config.xml എന്ന ഫയൽ ചൂസ് ചെയ്യുക. അതിനുശേഷം റീസ്റ്റോറിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമുക്ക് ക്യാമറ നല്ല സ്മൂത്തായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ റിയൽമി 3യുടെ ഇൻസ്റ്റലേഷൻ പ്രോസസ് എല്ലാം കഴിഞ്ഞു. ഇനി മറ്റ് ഫോണുകളുടെ കാര്യത്തിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതിൻ്റെ കൂട്ടത്തിലൊരു വേറൊരു APK ഫയൽ കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അത് റിയൽമിയുടെ സ്നാപ്ഡ്രാഗൺ പ്രോസസ്സേഴ്സ് ഉള്ള ഫോണുകളിൽ ജസ്റ്റ് നിങ്ങൾ ആ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രം മതിയാകും. നിങ്ങൾക്ക് എല്ലാ ഫീച്ചേഴ്സും വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ആപ്പാണ് നിങ്ങളുടെ ഫോണിന് വേണ്ടി ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. റിയൽമി 3യിൽ ഞാനിപ്പോൾ ഒരു പ്രോബ്ലമായിട്ട് പറയാൻ എനിക്കുള്ളത്, നമ്മൾ വീഡിയോ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ ഇതിൽ വർക്കാവില്ല. ബാക്കിയെല്ലാം വർക്കിംഗ് ആണ്. നിങ്ങൾക്ക് മോറിൽ നൈറ്റ് സൈറ്റ്, ഫോട്ടോസ്ഫിയർ, സ്ലോ മോഷൻ ഇതെല്ലാം വർക്കിംഗ് ആണ്. സ്ലോ മോഷൻ നമുക്ക് നോർമൽ സ്റ്റോക്ക് ക്യാമറയിൽ 90 FPS ആണ് കിട്ടുന്നത്. പക്ഷേ ഗൂഗിൾ ക്യാമറയിൽ നമുക്ക് 120 FPS വരെ കിട്ടുന്നുണ്ട്. അത് നല്ലൊരു ഓപ്ഷനാണ്. ഈ നൈറ്റ് സൈറ്റും ഫോട്ടോസ്ഫിയറൊക്കെ നല്ല ബെറ്ററായിട്ട് ക്വാളിറ്റിയിൽ ഫോട്ടോ എടുക്കാൻ നമ്മളെ സഹായിക്കുന്നുണ്ട്. ഇത്രയുള്ള കാര്യങ്ങൾ മറ്റ് ഫോണുകൾ ഉപയോഗിക്കുന്നവർ നിങ്ങൾ ജസ്റ്റ് ആ APK ഇൻസ്റ്റാൾ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ നോക്കുക. നിങ്ങളുടെ ഫോണിൻ്റെ ഓരോ ഫോണിൻ്റെയും പ്രോസസ്സേഴ്സ് ബേസ് ചെയ്താണ് ഗൂഗിൾ ക്യാമറ ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യുന്നത്. അത്രയുള്ള കാര്യങ്ങൾ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അണ്ടിൽ ദെൻ ബൈ.